പോവാണ് ഗൈസ്. ഞങ്ങള് സിനിമ കാണാൻ പോവാണ്. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ സിനിമയ്ക്കൊക്കെ പോകാൻ വേണ്ടിട്ട് തണുപ്പൊക്കെ ഉണ്ടാവും നിർത്തിട്ട് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ എടുത്തിട്ടതായിരുന്നു. ഇവിടെ സിനിമയ്ക്ക് പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ സിനിമയ്ക്കുള്ളൂ. വേറെ ടിക്കറ്റ് ആരും ബുക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ആരും ആ സിനിമയ്ക്കില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു പടം ഓടുന്നില്ല എന്ന് പറഞ്ഞു എടുത്ത്. പക്ഷെ പടത്തിന്റെ പേര് ഞങ്ങൾ പറയുന്നില്ല അല്ലേ? അതെ, നമ്മള് മാത്രമേ ഉള്ളൂ. മിനിമം 10 പേരെങ്കിലും വേണം. പക്ഷെ ആകെ 2 പേരുണ്ടെന്നുള്ളൂ, ഞാനും വിഷ്ണുണ്ണും. പക്ഷെ പടം നല്ലതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ എനിക്ക് ആ പടം കാണണമെന്നുള്ളതുകൊണ്ടായിരുന്നു പോയത്. പക്ഷെ നടന്നില്ല. എന്താ പറയാ, ഞാന് 10 പേരുടെ ടിക്കറ്റ് നമ്മളിപ്പം എടുക്കുകയാണെങ്കിൽ പോലും പണം എടുത്തില്ല. 10 പേരെന്നെ വേണം. അപ്പൊ പിന്നെ 10 പേരെ ടിക്കറ്റ് ഞങ്ങൾ എടുക്കുന്നില്ല, വേറെ കാര്യം. അപ്പൊ ഞങ്ങള് എന്താ ചെന്നു, പക്ഷെ നടന്നില്ല. ഞങ്ങളപ്പോ തിരിച്ചിറങ്ങി. ആ പടം ഞങ്ങൾ പടത്തിന്റെ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല കേട്ടോ. ചിലപ്പോ നമ്മുടെ ഇവിടെയാണ് ചെറിയ, അപ്പൊ നമ്മുടെ തിയേറ്ററിലാണ് ഇല്ലാത്തതെങ്കിലും അപ്പൊ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്നാ പിന്നെ എന്താ ജസ്റ്റ് ഒന്ന് പുറത്തു പോവാ. എന്തായാലും ഇറങ്ങി അമ്മ ഒന്ന് പുറത്തു പോവാന്ന് കരുതി. അപ്പൊ ഞങ്ങള് നമ്മുടെ അബിയ അനന്തുവിനെയും വിളിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അവന്മാരവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവന്മാരെയും പിക്ക് ചെയ്തിട്ട് നമ്മള് പുറത്തു പോകുന്നതായിരിക്കും. പോണോ എവിടെ പോവാന്ന് നമ്മള് പ്ലാൻ ചെയ്തൊന്നുമില്ല കേട്ടോ. അങ്ങ് പോവാം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ വരുന്ന പോലെ നോക്കാം അല്ലേ? അമ്പടോ, നിന്റെ സ്കൂളിലെ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ആയിട്ടോ. നീ സ്കൂളിൽ പോവാറായി. പോന്നില്ലേ? അണ്ണൻ തന്നെ. ആ LKG-യില് വിഷ്ണുണ്ണൻ തന്നെ. അണ്ണൻ തന്നെ, അണ്ണന്റെ മോൻ തന്നെ. എന്ത് പറഞ്ഞ? ഇന്ന് പഠിത്തമില്ലേ? പഠിത്തം തുടങ്ങിയിട്ട് പോയാ മതി കേട്ടോ. എല്ലാ ദിവസം പോണേ ഇല്ലേ? അപ്പാ കുറച്ച് പാടുപെടുമല്ലോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അഭിമാമനൊക്കെ സ്കൂളിൽ കൊണ്ടുവിടും, കൊണ്ടാക്കുകയൊക്കെ ചെയ്യും. ഒത്തിരി മാമന്മാരുണ്ട് ചുറ്റും അല്ലേ അബി? ഒക്കെ അടുത്തടുത്ത് അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾക്ക് റെസ്റ്റ്. ഞങ്ങൾക്ക് രാവിലെ അബി കൊണ്ടുവിടത്ര, നമ്മൾ ഉറങ്ങും. 5 പേരുടെ പേരവിടെ കൊടുക്കണം. ഇന്ന ആൾക്കാർ വിളിക്കാതെ കാണിക്കാൻ. കയ്യെടുക്ക്, മാറ്റ നീ. അമ്പുടെ ഗോ. അനുവിന്റെ മുടി കണ്ണ് കാണിക്ക്, മോൻ കാണിക്ക്. കാണിച്ചേ. ഷാമ്പു കണ്ടീഷണർ ഇട്ട് സുന്ദരനായിട്ട് ഇറങ്ങിയതാണ് അന്നു. ഇന്ന് അബിയുടെ ട്രീറ്റ് ആണ്. സ്റ്റുഡിയോ തുടങ്ങിയിട്ട് 1 വർഷം കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പം അതിന്റെ ചെലവാണ്. ഇവന്റെ 1 വർഷം തികഞ്ഞത് 3 മാസം കൂടുമ്പോഴാണ് 1 വർഷം. അപ്പൊ ഇത് ന്യൂയോർക്ക് സിറ്റി, നമ്മുടെ സ്വന്തം ന്യൂയോർക്ക് സിറ്റി. അതെ. ഏതൊക്കെ ഷാപ്പിൽ പോയി ഫുഡ് കഴിച്ചാൽ ഇവിടെ കഴിക്കുന്നതിന്റെ ഫീല് കയറണേ. അതെ, ഇതാണ് നമ്മുടെ സ്വന്തം പ്രതിവേട്ടൻ. നമ്മളവിടെ നിന്ന് വന്നപ്പോ തന്നെ പ്രതിവേട്ടനെ വിളിച്ച് പറഞ്ഞായിരുന്നു. പ്രതിവേട്ടനെ AC ഒക്കെ ഇട്ട് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്യാസിന്റെ പ്രശ്നം കാരണം ചില ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പാൽക്കപ്പയും എന്തോ തലക്കറിയും, അതുപോലെ മറ്റേ നമ്മുടെ എന്താണ് പുഴുക്ക്, അപ്പം, ഇതൊക്കെ മേടിച്ചു. പിന്നെ കൊഴുവ. അമ്പുടുവിനാണ് ചിക്കൻ മേടിച്ചത്. അമ്പുടു മീൻ, പക്ഷെ ചിക്കൻ മേടിച്ചാലും അമ്പുടു മീൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പുടിന് മീനായിരുന്നു ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ അമ്പുടു മീനൊക്കെ കഴിച്ചു. അപ്പോൾ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പയ്യെ ഇങ്ങനെ ഇറങ്ങുകയും ചെയ്തു കേട്ടോ. വല്ലാത്ത വട്ട് തന്നെ കേട്ടാ. ഞാൻ അമ്പുടിന്റെ നേരിവട്ടം പിടിച്ചിങ്ങനെ നിക്ക ഇവിടെ സത്യം. നമ്മുടെ വെയിലുള്ളത് ഞാൻ അവന്റെ വെയിലിന്റെ അത് ഫോൺ താഴ്ക്കിട്ടേട്ടത്. അല്ല, അമ്പുടിന്റെ അനന്തുവിന്റെ ഫോൺ ദേ കിടക്കുന്നു. ഫോൺ വെള്ളത്തിൽ പോയി കേട്ടാ. ഇതാണ് വട്ട് സത്യം. ഞങ്ങള് അവിടുന്ന് ഫുഡ് കഴിച്ചറിയുമ്പോൾ ഇവിടെ ഇറങ്ങി നമുക്ക് 2 ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് ഇവിടെ നിന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പക്ഷെ ഇവിടെ നിക്കാൻ പറ്റത്തില്ല. വെയിൽ അഭിയുണ്ടല്ലേ, എന്തോ ആസ്വദിച്ചുള്ള നിപ്പാണ് നിപ്പ്. എല്ലാരും അവിടെ ആരെങ്കിലും കുളിക്കുന്നുണ്ടോ? ഈ അഭി ഇങ്ങനെ നോക്കി. അയ്യോ, കുഞ്ഞിനെ പിടിക്കട്ടാ. നല്ല ആഴമല്ല, ആഴം.
അങ്ങനെ നട്ടപ്പുറ വെയിലത്ത് നിന്ന് വണ്ടി കയറിയപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ വെച്ച് നമ്മളെല്ലാം വണ്ടിയിലിരുന്ന് ഭയങ്കര തുള്ളലായിരുന്നു ഗൈസ്. അതിപ്പോൾ എന്നല്ല, എപ്പോഴും ഞങ്ങൾ എല്ലാവരും കൂടെ വണ്ടിയിലുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കിടന്ന് തുള്ളും. അമ്പുടൂന് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ കൂടെ കൂടിയിട്ടാണെന്ന് തോന്നുന്നു. അമ്പുടൂന് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് തുള്ളണ്. അമ്പുടൂന് എങ്ങനെയൊക്കെയോ കളിക്കണമെന്നുണ്ട്, അതാണിപ്പോൾ എനിക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. ഇത് നോക്കി എൻ്റെ ലിപ്സ്റ്റിക്ക് കുറച്ച് ഓവറായിട്ടില്ലേ? വീഡിയോയിൽ കാണുമ്പോഴാണോ ഓവർ, നേരിട്ട് കാണുമ്പോൾ ഓവർ ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ഗൈസ് മുടിയൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ പോവാണ്, ഷോപ്പിലേക്ക് പോവാണ്. ഞങ്ങൾ കുറച്ച് പരിപാടി ഉണ്ട് ഞങ്ങൾക്ക് ഷോപ്പിലല്ലേ കണ്ണാ. നമ്മളെവിടെ പോകുന്ന? ഇങ്ങനെ കഴിച്ചത് അല്ല, ഇച്ചിരി വീട്ടില് ഞാൻ നൂതല ഉണ്ടാക്കാൻ ബൈ ബൈ ഗൈസ് എന്ന് പറ. ബൈ ഗൈസ്. ബൈ ഗൈസ്. നമ്മുടെ ഗൈസിനൊക്കെ ഫാൻസ് ഉണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും എന്നാ ഷോപ്പിലേക്ക് പോവാം. പോവല്ലേ? കൃഷ്ണന്റെ ഇതേ അമ്പലത്തിൽ പോയിട്ട് കണ്ണനെയൊക്കെ കണ്ടു വന്നേക്കണാണ്. ഓ ഓ ഓ ഓ ഓ സീറ്റ് ബെൽറ്റ് എത്ര സൗണ്ട്? അഞ്ചുമാമനാണോ? ഓക്കെ ഓക്കെ, ഞാൻ സീറ്റ് ബെൽറ്റ് നിർത്താം ഗൈസ്, ഒരു മിനിറ്റ്. അപ്പൊ എന്താ പറയാ, പറഞ്ഞു വന്നത് സീറ്റ് ബെൽറ്റ് ഇടാത്തോണ്ട് ഭയങ്കര സൗണ്ട് കീ കീ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഏട്ടാ മിണ്ടായിരിക്കും പറയല്ലേ, ആൾക്കാർ നമ്മൾ ഓടിക്കും. കാര്യം അമ്പുടനൊക്കെ ഇപ്പൊ നല്ല ഫാൻസ് ഉണ്ട്. അമ്പുടന്റെ ഹെലോ ഗൈസിനൊക്കെ ഇപ്പൊ ആൾക്കാരുണ്ട്. അമ്പുടന്റെ ഹെലോ ഗൈസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയുന്നത്. ACD-ന്നാട്ടാ വിളിക്കുന്നത്. നമ്മള് ഷോപ്പിൽ പോവാന്നൊക്കെ പറ. ബൈ. അപ്പൊ ഏട്ടൻ സ്റ്റുഡിയോയിലായിരുന്നു, അമ്പലത്തിലായിരുന്നു? ഓക്കെ. അപ്പൊ നമ്മളിനി അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വന്നതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ ഷോപ്പിലേക്ക് വന്നതാണ്, ഞാനും പിള്ളേരും കൂടെയാണ് ഷോപ്പിലേക്ക് വന്നത്. ഞങ്ങൾ ഷോപ്പിലേക്ക് വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ കുറിക്കാനുള്ള സാധനങ്ങൾ കൂടെ വാങ്ങിക്കും കേട്ടോ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ വീട്ടിലൊക്കെ പോയി വന്നിട്ട് ഞങ്ങൾ ഇന്നലെ ഞാനും പൊന്നും കൂടെ വന്ന് ഒതുക്കലും പെറുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ അലങ്കുലാക്കിയിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് ഇതാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മുടിയും തലയൊക്കെ കൂടെ കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ അവിടുന്ന് ചെരുപ്പൊക്കെ ഇടിപ്പിച്ചിട്ട് ഞങ്ങളിത് വന്ന് വാതിലൊക്കെ തുറന്ന് കയറാൻ പോവാണ് ഗൈസ്. അപ്പോൾ നിങ്ങളതിൻ്റെ അകമൊന്നും കണ്ടിട്ട് ഞെട്ടരുത് കേട്ടോ. കാര്യം സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ പാക്ക് ചെയ്യും, കവറിലൊക്കെ ഇട്ട് വെക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പകുതി കവറിലിട്ടിട്ട് അങ്ങനെ വെച്ചേക്കണേണ് റൂമിൽ. അപ്പോൾ അതാണ് ഇന്നലെ അതാ കവറിലിട്ട് വെച്ചേക്കുന്നതെല്ലാം ഇന്നലെ ഇട്ട് വെച്ചേക്കുന്നതാണ്. ആ വൈറ്റ് ഷീറ്റ് ഞങ്ങൾ തുണികളൊക്കെ വെച്ചിട്ട് മടക്കാനും ഇതാക്കാനൊക്കെ എടുത്തിട്ടേക്കുന്ന ഷീറ്റായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ കവറിലിടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കണേണ്. ഗൈസ് ദേ കുറേയൊക്കെ നമ്മളിങ്ങനെ കവറിലാക്കിയത് പാക്ക് ചെയ്ത് തുടങ്ങി. പിന്നെ ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്, അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ഇവിടെ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിടുമാറ് എൻ്റെ ഇടയ്ക്ക് കാവ്യലക്ഷ്മി ഇതേണ്ട ഇവിടെ ഇരുന്നിട്ട് എന്തോ കഴിക്കുന്ന കാവ്യലക്ഷ്മി? ആ ഓക്കെ, അത് തിന്നുന്നു കാവ്യലക്ഷ്മി. പിന്നെ ചിലരൊക്കെ ചോദിക്കേ ഇതെന്താ ഇവിടെ ബെഡ് കിടക്കുന്നതെന്നൊക്കെ. അത് ദേ ഗൈസ് ഈ തമ്പുരാന് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവെക്കുന്നതാണ്. എൻ്റെ കൂടെ അവിടെ വരും ഇരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവന് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവച്ചിട്ടുള്ള ബെഡും കൊച്ചു ബെഡും ഒരു ഇതുമാണ്. അപ്പം ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവനെ അവിടെ ഇട്ടിട്ട് അവിടെ ഇരുത്തും. ആ ഗൈസ് കണ്ടടാമ്പടൂ ഗൈസ് മണത്തോക്കാൻ അവരിവിടെ ഉണ്ടായില്ലേ. ഫോണിൽ കൂടെ കൊടുത്താൽ അവരെങ്ങനെ മണക്കാനാകുമ്പോഴും അങ്ങോട്ട് നീങ്ങുന്നേ. ഫോണിൽ കൂടെ കൊടുത്താൽ എങ്ങനെ അവർ ഗൈസ് മണക്കുന്നത്? കാറ്റണ്ട മാറി മാറി മാറി. അപ്പം ഞങ്ങൾ ടയേർഡായിട്ടിരിക്കുകയാണ്. ഞങ്ങൾ പരിപാടിയെല്ലാം ഒതുക്കലും പരിപാടികളും പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങളിത് അവിടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുള്ളവർ എന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നമ്മൾ വിഷുവായിട്ട് കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 900 രൂപയ്ക്കുള്ള സാധനങ്ങൾ നമ്മളൊരു 650ക്കും 699 ഒക്കെ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 400 രൂപയ്ക്കും 450 രൂപയ്ക്കുള്ള സാധനങ്ങൾ നമ്മൾ ഓഫറിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേജ് ചെക്ക് ചെയ്യാത്തവർ നമ്മുടെ കുഞ്ചൂസ് എന്ന പേജ് ചെക്ക് ചെയ്ത് നോക്കുക. കലാനിയുള്ള പേജും ഫോളോ ചെയ്യാം കേട്ടോ. നമ്മൾ ഓഫറും കാര്യങ്ങളൊക്കെ എന്താ പറയുക. അപ്പോൾ ഞങ്ങൾ ഇനി വിഷ്ണുവേട്ടൻ കാത്തിരിക്കുകയാണ്. തലവേനെടുത്തിട്ട് വയ്യ. അപ്പോൾ ഒരു ചായ കുടിക്കണം ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളെന്ന് വിചാരിച്ചു എന്നാൽ വിഷ്ണുവേട്ടൻ വന്നിട്ട് പോകാമെന്ന് കരുതി പോവാം. നമ്മളിനി പുതിയ കുറച്ച് സാരീസൊക്കെ ഇറക്കണമെന്നൊരു പ്ലാനുണ്ട്. അപ്പോൾ
ഒക്കെ ഇറക്കാം നമുക്കല്ലേ. അപ്പോൾ നമ്മളെന്തായാലും ഇനി ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ ഒന്ന് അടിച്ച് വാരി ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, അടിച്ച് വാരിയിട്ട് ഇതൊക്കെ ഒന്ന് മടക്കി ഒതുക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യും. ദേ പോന്ന് ഗൈസ്, ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇതെൻ്റെ ഇറങ്ങി പോന്ന് എന്തൊക്കെയുണ്ടെന്നൊക്കെ തിരക്കിയിട്ട് വരാൻ വേണ്ടി പോന്ന്. അല്ലേ അമ്പളു? മറ്റേ അമ്പളൂന് മുട്ട ബജ്ജി ഇല്ലടാ. ആ മുട്ട ബജ്ജി ഉണ്ട് അമ്പളു, 2 എണ്ണം കണ്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നിനക്ക് മുട്ട ബജ്ജി. ഞങ്ങൾ എപ്പോഴും ഇല്ലേ മുട്ട ബജ്ജി ഇല്ലേ? അയ്യോ മുട്ട ബജ്ജി ഇല്ലത്ര, 3 എണ്ണം ഉണ്ടല്ലേ? ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ. ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല.